ഒരാളെ കൊല്ലുക എന്നുള്ളൊരു കാര്യമൊക്കെ ഇത്ര ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യമായിട്ടാണോ എല്ലാവരും എടുക്കുന്നത്? ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളും വരുമ്പോൾ ഈ ന്യൂസുകളൊക്കെ കൊല്ലാനുള്ള ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറുന്നുണ്ടോ? ആ രീതിയിലൊക്കെയാണ് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഒരുപാട് കൊലപാതകങ്ങളും അടിപിടികളും പ്രശ്നങ്ങളൊക്കെ ന്യൂസിൽ വരുന്നതിനനുസരിച്ച് അതിനേക്കാൾ കൂടുതലാണ് അടുത്ത ദിവസങ്ങളിലായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓരോ സ്ഥലങ്ങളിൽ കൊല നടന്നു, അതേപോലെ പ്രശ്നങ്ങൾ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് മറ്റുള്ളവർക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനമായിട്ട് മാറുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ന്യൂസുകൾ വന്ന് പിറ്റേ ദിവസം അതിനേക്കാൾ വലിയ ന്യൂസുകളാണ് വരുന്നത്. ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് വലിയ വലിയ കൊലപാതകങ്ങളും അതേപോലെ ഡ്രഗ്സിൻ്റെതായാലും അല്ലാത്തതായാലും പ്രശ്നങ്ങൾ കൂടുതലായി വരികയാണ്. നിയമങ്ങൾക്കല്ലാതെ ഒരിക്കലും ഇതിനെ പിടിച്ചു കെട്ടാൻ കഴിയില്ല. നിയമങ്ങൾ സ്ട്രോങ് ആക്കി നല്ല രീതിയിലുള്ള ശിക്ഷകൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്ന് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും കഴിയും. കൊലപാതകങ്ങൾ നിൽക്കും. അതേപോലെ പല ആളുകളും പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയതിന് ശേഷം അത് മാനസികമായത് കൊണ്ടാണ്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്നതൊക്കെ ഇതുകൊണ്ടാണ്. എല്ലാവർക്കും നല്ല രീതിയിലുള്ള ശിക്ഷ കിട്ടുന്നുണ്ടെങ്കിൽ ഒരാൾക്കും മാനസികം ഉണ്ടാവില്ല. ഒരാളും ഈ രീതിയിൽ പോയിട്ട് ആരെയും കൊല്ലാനോ വെറുതെ പോയിട്ട് ആക്രമിക്കാനോ ഒരു കാര്യത്തിനും നിൽക്കില്ല. അതേപോലെ തന്നെയാണ് ഈ ഡ്രഗ്സിൻ്റെ കാര്യത്തിനും എല്ലാത്തിനും നല്ല ശക്തമായിട്ടുള്ള ശിക്ഷാരീതികളും കാര്യങ്ങളും ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഒരാളും ആ രീതിയിലേക്കുള്ള ഡ്രഗ്സിനോ കൊള്ളക്കോ കൊലക്കോ ഒന്നിനും പോവില്ല.